പ്രവാസികളെ ബാധിക്കുന്ന ബാങ്കിംഗ്, നോൺ ബാങ്കിംഗ് രംഗത്തുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർ അടയ്ക്കേണ്ട ആദായ നികുതി, ലഭിക്കേണ്ട നികുതി ഇളവുകൾ, സാമ്പത്തിക വിനിമയ രംഗങ്ങളിൽ പ്രവാസികൾക്കുള്ള സംശയങ്ങൾ. ഇത്തരം വിഷയങ്ങളിൽ പ്രവാസികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി പ്രശസ്ത ധനകാര്യ വിദഗ്ധൻ ബിജോയ് എം പൗലോസ് പ്രവാസ ലോകത്തോടൊപ്പം ചേരുന്നു. ബിജോയ്, ഈയിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പല വിദേശ രാജ്യങ്ങളിലേക്കും ഗൂഗിൾ പേ തുടങ്ങിയ UPI സേവനങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിൽ നാട്ടിലെ പല കാര്യങ്ങൾക്കും, ഉദാഹരണത്തിന് നമ്മൾ തന്നെ പല കാര്യങ്ങളും ഗൂഗിൾ പേയും പേടിഎം പോലുള്ള UPI ഉപയോഗിക്കുന്നുണ്ട്, ഭീമ പോലുള്ള. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പ്രവാസിയായിരിക്കുന്ന ഒരാൾ ഗൂഗിൾ പേ, പേടിഎം, ഭീമ തുടങ്ങിയ ഇത്തരം UPIs ഇത് ഉപയോഗിക്കുമ്പോൾ അവർ നാട്ടിൽ ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് നിലനിർത്തേണ്ടതുണ്ടോ? നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. പ്രവാസിയായിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ അതിൽ ഒരു അർദ്ധശങ്കയ്ക്കിടയില്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ UPI സിസ്റ്റം പല രാജ്യങ്ങളിലും നിലവിൽ വർക്കിംഗ് ആണ്. നേപ്പാൾ, ഭൂട്ടാൻ, അങ്ങനെ പല രാജ്യങ്ങളിലും നിലവിൽ തന്നെ വർക്കിംഗ് ആണ്. തായ്ലൻഡ്, UAE ഫുള്ളി ഓപ്പറേഷണലായോ എന്ന് എനിക്കറിയില്ല. പല രാജ്യങ്ങളിലും ഫുള്ളി ഓപ്പറേഷണലായിട്ടുണ്ട്. പല രാജ്യങ്ങളുമായിട്ട് അതിൻ്റെ ടോക്സ് നടക്കുന്നുണ്ട്. ചിലതിൽ അതിൻ്റെ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ടൈം സ്പാനിൽ മിക്കവാറും ഇന്ത്യക്ക് നിലവിൽ സാമ്പത്തിക ക്രയവിക്രയം അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ട്രീറ്റി അതുപോലത്തെ സാമ്പത്തിക സഹകരണമുള്ള രാജ്യങ്ങളുമായിട്ട് എല്ലാം തന്നെ ഈ ഗൂഗിൾ പേ, UPI ആ ഇടപാടുകൾ നിയമവിധേയമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ NRIs ഇപ്പോഴും റഫീഖ് ചോദിച്ച പോലെ ഈ ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ UPI ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അത് നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും അത് നിയമവിധേയമല്ല. അതായത് ഡൊമസ്റ്റിക് അക്കൗണ്ട് പാടില്ല. അത് ഡൊമസ്റ്റിക് അക്കൗണ്ട് പാടില്ല എന്നിരിക്കെ ഒരു അക്കൗണ്ട് അതിനു വേണ്ടി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വീണ്ടും ഒരു ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഇവിടെ ആളുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ വേറൊരു ബാങ്കിലായിരിക്കും. പക്ഷേ നിയമവിരുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശിക്ഷയൊക്കെ അതിന് ആപ്ലിക്കബിളാണ്. അപ്പോൾ ആ ഒരു സാഹസത്തിന് ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രവാസി താമസിക്കുന്ന രാജ്യത്ത് UPI ആസ് ഓഫ് നൗ ഇല്ലെങ്കിൽ തൽക്കാലം അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾക്ക് പോകാതിരിക്കുക. അത് ഈ UPI ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് പലപ്പോഴും വളരെ രസാവഹമാണ്. ഫ്രാൻസിൽ ഈഫൽ ടവറിൻ്റെ പ്രദേശത്ത് മാത്രം UPI ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് മുഴുവനാവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫോർമാലിറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് ആയിട്ടുണ്ടോയെന്നും എനിക്ക് തീർച്ചയായും അറിയില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്കറിയില്ല. അതുപോലെ UPI ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫോറിൻ മൊബൈൽ നമ്പർ തന്നെ വേണ്ടി വരാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് മൊബൈൽ നമ്പറിലേക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും പാസ്വേഡെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് അവിടെ ഡെലിവർ ആവാതിരിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സാധാരണ നമ്മുടെ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടുകളിൽ ബാങ്ക് എപ്പോഴും പറയുന്നത് ഫോറിൻ മൊബൈൽ നമ്പർ ഉപയോഗിക്കാനാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മിക്കവാറും ബാങ്കുകൾക്ക് ഡൊമസ്റ്റിക് നമ്പറുകൾ ഉപയോഗിക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ നമ്മൾ പുറത്തിരുന്നിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിദേശ നമ്പറായിരിക്കും അതിന് അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബാങ്ക്, ഓരോ ബാങ്കിനും ആ ബാങ്കിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നിട്ടായിരിക്കും അത് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബാങ്ക് ഏതിലാണോ ആ ബാങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ ബാങ്കുകൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും UPI ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നില്ല. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ UPI വന്നത് എന്ന 2016, 2017 ആ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഇത്രയും കാലം കൊണ്ട് നമ്മൾ UPI ഇത്രയും വൈഡായെങ്കിൽ ഇത് ഒക്കെ വളരെ ഈസി ആയിട്ട് പ്രചാരത്തിലേക്ക് വരും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പ്രവാസി അയാൾക്ക് NRI അക്കൗണ്ട് മാത്രമുള്ള ഒരാൾ UPI നിലവിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ UPI സർവീസ് കൊടുക്കുന്ന ബാങ്കും ആയിരിക്കണം, UPI സർവീസ് അവൈലബിൾ ആയിട്ടുള്ള രാജ്യവുമായിരിക്കണം. അല്ലാത്തൊരു സ്ഥലത്ത് സാധിക്കില്ല. ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് UPI പ്രവർത്തനം നടത്താണ്ടിരിക്കുന്നതായിരിക്കും നിയമവിരുദ്ധമാണ്. പ്രവാസികൾ ശ്രദ്ധിച്ചല്ലോ, ഒരു NRI അക്കൗണ്ടുള്ള ഒരു പ്രവാസി UAE ഇപ്പോൾ വരാൻ പോകുന്നു. അത്തരം രാജ്യങ്ങളിൽ UPI സേവനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അത് സാധ്യമല്ലാത്തതുകൊണ്ട് നാട്ടിലൊരു ഡൊമസ്റ്റിക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് UPI ചെയ്യുന്ന ആ പ്രവർത്തനം നിയമവിരുദ്ധമാണ് എന്ന് ഓർക്കുക. നന്ദി.